ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നാ നമ്മൾ എപ്പോഴും അയ്യോ ഇവർ കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാ ഈ സഭയ്ക്കുണ്ടായത് എന്നല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാരണം ഇവർക്ക് ശരിക്കും നന്ദി പറയണ്ട. ഈ വിമതന്മാർക്ക് പ്രത്യേകിച്ച് ഷൈജു ആന്റണിക്ക് ഇവർ കാരണം എന്തെല്ലാം നന്മകളാണ് ശരിക്കും ഈ സഭയ്ക്കുണ്ടാക്കിയതെന്നറിയാമോ? ഇവർ ഒറ്റ ആൾക്കാർ കാരണം പണ്ടൊക്കെ ഈവൻ എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു. എന്നാ ഈ സീറോ മലബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗരസ്ത്യ സഭയാണെന്നോ, ഒരു സുയുജുറി സഭയാണെന്നോ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമുക്കറിയാം. നമ്മളെ അങ്ങനൊന്നും വേദപാഠങ്ങളിലൊന്നും അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടില്ല. നമ്മൾ കാത്തലിക് എന്നുള്ള ഒരു ഇതിൽ മാത്രമേ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോയിട്ടുള്ളൂ. നമ്മുടെ സഭയുടെ സമുദായ വ്യക്തിത്വമോ ഈശ്വര മലബാറിനെ കുറിച്ചോ അങ്ങനെ നമ്മുടെ മർത്തമാക്കുറിച്ച് അങ്ങനെ ഒന്നും നമ്മളെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ശരിക്കും ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ രൂപതകളിലും ഇപ്പം പലതായിട്ട് ചെതറിക്കിടന്ന് ഈ നാട്ടുരാജ്യം പോലെ പലതായിട്ട് ചെതറിക്കിടന്ന രൂപതകൾ മുഴുവൻ ഈ ലിറ്ററജിയുടെ ഭാഗത്ത് ഇപ്പോഴും ഭരണം ഇതൊക്കെയാണെങ്കിലും ലിറ്ററജിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരുമയായിട്ടുണ്ട്. എല്ലായിടത്തും ഒരേപോലെ ഈ 33 രൂപതകളിലും എറണാകുളം ഒഴിച്ചുള്ള ബാക്കി എല്ലാ രൂപതകളിലും ഒരേപോലെ കുർബാന, ഇനിയും മുമ്പോട്ട് പോകാണ്ട് ഞാൻ അറിയുന്നു. ഒരേപോലെ കുർബാന നമുക്ക് എവിടെ ചെന്നാലും ഇത് കുർബാന നമുക്ക് ശങ്കിക്കേണ്ട. വിമത കുർബാനയാണോ ന്യായാമികമാണോ അല്ലാത്തതാണോ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ശങ്ക വേണ്ട. നമുക്ക് ധൈര്യമായിട്ട് ഏത് രൂപതയിൽ ഏത് പള്ളിയിലും ചെന്ന് നമുക്ക് ഒരു കുർബാന കാണാൻ പറ്റും. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. ഇവർ കാരണമാണ് ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടായത്. അവർ നിയമം ഉണ്ടാക്കി അത് വേറെ കാര്യം. ഞാൻ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവർ നിയമം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ രൂപതകൾ മോർ അവയർനെസ് കൊടുത്തു. എന്തുകൊണ്ട് ഈ നിയമം നമ്മൾ പ്രാവർത്തികമാക്കണം, അങ്ങനത്തെ കാര്യങ്ങളിൽ ഇവരുടെ ഒരു പ്രവർത്തനം കാരണം മറ്റു രൂപതകളും മെത്രാന്മാരും വൈദികരും ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇതെന്താണ് ഈ പ്രശ്നമെന്ന് നോക്കാനും ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു ഇത് വന്ന് ജനങ്ങളിലേക്ക് അതെത്തി. അങ്ങനത്തെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു സംസ്കാരം സ്വന്തം ഈ മാണിപ്പറമ്പലച്ചൻ പറയുന്ന പോലെ ഒരു സ്വന്തം തന്ത ആരെന്നറിയത്തില്ലാത്ത ഒരു സഭയെ കൈപിടിച്ച് നടത്തിയത്, തിരിച്ചു നടത്തി സ്വന്തം അപ്പനെ കാണിച്ചു കൊടുത്തത് ഈ വിമതന്മാരാണ്. അത് ശരിക്കും ഇവന്മാരെ നന്ദി പറയണം. ഇപ്പം ഏത് കുഞ്ഞിനോട്, ഇപ്പം പ്രത്യേകിച്ച് സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പൗരസ്ത്യ സുറിയാനി സഭയാണ് കണ്ണടച്ച് പറയുന്ന രീതിയിൽ ഇപ്പം ഉണ്ടാക്കിയത് ഇവന്മാരുടെ പ്രവർത്തനം കൊണ്ടാണ്. നമ്മുടെ ലിറ്റർജി തിരിച്ചു കൊണ്ടുവന്ന് ഇവന്മാരാണ്. ഇവർ കാരണമാണ് ആൾക്കാരിലേക്ക് ഇത് വീണ്ടും 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 എത്തിയത്. നമ്മുടെ പള്ളികളിലെല്ലാം വിരികൾ തിരിച്ചു വന്നു. നമ്മുടെ മറ്റേ മരമണിയല്ല മക്ബരീന മണികൾ തിരിച്ചു വരുന്നു. കൂടുതൽ ആളുകൾ ലിറ്ററേച്ചർ ഫോക്കസ് ചെയ്ത് കുർബാന കാണാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ സിറിയക്ക് എന്ന ലാംഗ്വേജ് ഒരു കാലത്ത് കോളേജുകളിൽ സെക്കൻഡ് ലാംഗ്വേജ് മാത്രമാണ്. സിറിയക്കോ അതെന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കോളേജുകളിലുണ്ടായിരുന്നു. എൻ്റെ ഒരു കസിനൊക്കെ സിറിയക്ക് പഠിക്കാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് വേറെ പഠിയത്തുമില്ല, വേറെ ഹിന്ദി വല്ലതും എടുക്കത്തില്ല? ഞാൻ ചോദിച്ചാൽ ആ സിറിയക്ക് എന്ന ലാംഗ്വേജ് തിരിച്ചു വരുന്നു, സുറിയാനി ലാംഗ്വേജ് തിരിച്ചു വരുന്നു. ഇതെല്ലാം ശരിക്കും ഇവന്മാർ എതിർക്കുന്നതോടും ഇത് കർത്താവ് സഭയിൽ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ പോലും അറിയാതെ ഇത് ആളുകളിലേക്ക് ചെന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്മാർ എത്രയും സൗണ്ട് ഉണ്ടാക്കുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ. എല്ലാ രൂപകളിലും പ്രത്യേകിച്ച് വിദേശ രൂപകളിലെ സൺഡേ സ്കൂളിൻ്റെ ഇതൊക്കെ ഫെയ്ത്ത് ഫെസ്റ്റും കാര്യങ്ങളും ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സീറോ മലബാറിൻ്റെ ട്രഡീഷൻ ഫോക്കസ് ചെയ്തിട്ടുള്ള മൊത്തം പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. മൊത്തം സീറോ മലബാറിൻ്റെ ട്രഡീഷനെയാണ് അവർ ഫോക്കസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്നത്. പിള്ളേരിലേക്കാണ് അവരെത്തിക്കുന്നത് ആദ്യം. അതുപോലെ കൂദാശകളെല്ലാം ഒരുമിച്ച് കൊടുക്കാൻ തുടങ്ങി. ഇപ്പം കൂദാശകൾ ആകെ കിട്ടാത്തത് നിരസിക്കുന്നത് ഈ എറണാകുളം രൂപതയിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അവരിപ്പോൾ പുറത്ത് പോയി അവർ ആദ്യ കുർബാന നടത്തുമ്പം സ്ഥൈര്യലേവൻ ഇവർ ഈ പിള്ളേർ ഒറ്റയ്ക്ക് സ്വീകരിക്കണം. അപ്പം പിള്ളേർ തന്നെ പേരൻസിനോട് ചോദിക്കാൻ തുടങ്ങി, അതെന്താ എനിക്ക് മാത്രം കിട്ടാത്ത, അവർക്ക് കിട്ടാത്ത എന്നാണ്. അപ്പോൾ പേരൻസ് ഈ കഴിഞ്ഞ ദിവസം ഒരു പേരൻസ് പറഞ്ഞു, ഒരു മുടിഞ്ഞ അച്ഛനോട് അന്ന് ഞാൻ പറഞ്ഞത് കൊടുക്കാൻ അയാൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കാരണം ഇതിപ്പോൾ അതാണ്ട് എൻ്റെ കൊച്ചിന് മാത്രമായിട്ട് കൊച്ചിന് നാണം കെട്ട് നിൽക്കേണ്ടി വന്നു, എല്ലാവരുടെ മുമ്പിൽ സഹലേവനെ സ്വീകരിക്കാത്ത കുട്ടിയെന്നും പറഞ്ഞു ആ ഒരു അവസ്ഥ ഉണ്ടാക്കി. ഇപ്പം ബാക്കി എല്ലാ പിള്ളേരും കൂദാശകളെല്ലാം ഒരുമിച്ച് പരിപാലനം ചെയ്യാൻ തുടങ്ങി. ഇതും പോരാ, ഇത്രയും പ്രശ്നങ്ങൾ ഇവന്മാരുണ്ടാക്കിയിട്ട് ഈ മന്ദബുദ്ധികൾ, ശരിക്കും ഇവന്മാർ മന്ദബുദ്ധികൾ. ഇവന്മാർ എന്നതാണ് നേടിയത്?
ഇവന്മാർ ഈ ഷൈജു ആൻ്റണി എന്നൊക്കെ പറയുന്നത് ഇവന്മാർ വെറും പൊട്ടന്മാരാണ്. എനിക്കറിയാൻ വേണ്ടിയൊക്കെ ഇവർ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഫലമാണ് ഈ സഭയിൽ നടക്കുന്നത്. ഇവർ ശരിക്കും എന്താ നേടിയത്? എന്താ എനിക്കറിയാൻ വേണ്ടി ഇവരെന്താ നേടിയത്? ഈ കുറേ കൊള്ളം ഉണ്ടാക്കി, കുറേ ഗേറ്റ് തള്ളിപ്പൊടിച്ചു, കുറേ പള്ളി പൊട്ടിച്ചു. ഇവരെന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇപ്പം ഇവന്മാരുണ്ടാക്കിയത് ഇവന്മാർ കാരണം ഇവന്മാരുടെ രൂപതയിലുള്ള ഒറ്റ അച്ഛന്മാരെ പുറത്ത് ആരും ധ്യാനിപ്പിക്കാൻ വിളിക്കുമോ? ഇവരുടെ രൂപതയിലുള്ള ഏതെങ്കിലും അച്ഛന്മാരുടെ കുർബാന സംശയത്തോടുകൂടി ആൾക്കാർ കാണാൻ പോകുമോ? പണ്ട് ഇവന്മാർ ധ്യാനം നടത്തി ലോകം മുഴുവൻ നടക്കുമായിരുന്നല്ലോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഉണ്ണാക്കനെ ധ്യാനിപ്പിക്കാൻ ഈ പൊതാക്കന്മാരാരെങ്കിലും പുറത്തോട്ട് വിളിക്കുമോ? ഇല്ല. ഒരു കുർബാനയ്ക്ക് പോലും ഇവന്മാരെ ഇപ്പോൾ പുറത്തോട്ട് വിളിക്കുകയില്ല. ആ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇവന്മാരാ. പോട്ടെ, നെഗറ്റീവ് ഫോക്കസ് ചെയ്യുന്നത് ശരിയല്ല. പോട്ടെ, നെഗറ്റീവല്ല, ഞാൻ പോസിറ്റീവോ പറഞ്ഞുകൊണ്ട് വന്നത്. ശരിക്കും ഇവന്മാർ കാരണം നമ്മൾ കർത്താവിന് നന്ദി പറയണം. കർത്താവിനല്ല, ശരിക്കും ഇവന്മാർക്കാണ് നന്ദി പറയേണ്ടത്. ശരിക്കും കർത്താവിൻ്റെ വഴികൾ, ഇവന്മാരുടെ ചിന്തകൾ ഇവന്മാരെക്കാൾ ഉയർന്നതാണ്. ഇവർ കാരണമാണ് നമുക്ക് സ്വയം ഒരു സത്വബോധം ഉണ്ടായത്, ആളുകൾ കൂടുതൽ ബിവെയർ ആയത്. സത്യം പറഞ്ഞാൽ ഇവരെ നമിക്കണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്.